ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് നമുക്ക് വാഴയിലയൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ നല്ല രുചികരമായ അട തയ്യാറാക്കാമെന്ന് നോക്കാം. വാഴയിലയൊക്കെ കിട്ടാനില്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. നല്ല ഈസിയാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ വേണം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുക്ക്, ഏലക്ക, ജീരകം ഇത് മൂന്നും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർക്കാം. ഞാൻ ഇന്ന് 1/4 കപ്പ് ശർക്കര എടുക്കുന്നുണ്ട്. മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. കറുത്തവാവ് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ മിക്സിലേക്ക് വറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിനെ മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തത്. മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിന് കുറച്ചൊക്കെ മാറ്റം വരാം. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ച് നോക്കാം. മാവ് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഈ അരിപ്പൊടിക്ക് 1 കപ്പ് മതിയാവത്തില്ല, കുറച്ചും കൂടി വെള്ളം വേണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കാം. എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിന് കുറച്ചൊക്കെ മാറ്റം വരാം. ഇപ്പോൾ ഇതാ മാവ് നന്നായിട്ട് എല്ലാ ഭാഗത്തും വെള്ളം നനഞ്ഞ് നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കൈ തൊടാവുന്ന ചൂടാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതാ മാവിന്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അട റെഡിയാക്കി എടുക്കണം. നമുക്കിവിടെ വാഴയില കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ അലൂമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് എത്ര അടയാണോ ഉണ്ടാക്കേണ്ടത് അതനുസരിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് സാധാരണ ഇലയുടെ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അട പരത്തി കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഈ അലൂമിനിയം ഫോയിലിന്റെ നല്ല ഷൈനിങ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പരത്തി കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ അട പരത്തുന്ന അതേ സൈസിൽ തന്നെ നന്നായിട്ട് എണ്ണ തൂത്ത് കൊടുക്കുക. ഇനി കൈ ഒന്ന് ചെറുതായിട്ട് നനച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഇതേപോലെ ഒരു ചപ്പാത്തി വലിപ്പത്തിനുള്ള ഉരുളയാക്കി എടുക്കാം. നമ്മൾ ഏത് സൈസിനാണോ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് മാവിന്റെ അളവ് മാറ്റിയെടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വാഴയിലയിലൊക്കെ പരത്തുന്ന പോലെ തന്നെ നല്ലതുപോലെ പരത്തി കൊടുക്കുക. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കയ്യിലൊട്ടു. അതുകൊണ്ട് ചെറുതായിട്ട് കൈ നനച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല തിന്നായിട്ട് പറ്റുന്നത്ര തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇപ്പൊ അതിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. പറ്റുന്നത് പോലെ തിന്നാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്ങിന് 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ പരത്തി എടുത്തതിന്റെ സൈസിനനുസരിച്ചിട്ടാണ് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഒരുപാട് നിറയുന്ന രീതിയിൽ വെച്ച് കൊടുക്കരുത്. ഞാനിപ്പോൾ ഒരു 2-2.5 സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വശത്തായിട്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കാം. അതിനുശേഷം ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ 3 സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ആവി തങ്ങി നിന്നിട്ട് നല്ലതുപോലെ വെന്ത് റെഡിയായി വരും. 3 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് നമുക്ക് ഈ ഇലയുടെ റെഡിയായി കിട്ടും. കഴിക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടി കാണില്ല. ഇതേപോലെ നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഒന്ന് അട ഷേപ്പിലാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അടയെല്ലാം തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുക്കാം. വാട്ടിയെടുത്ത മാവായതുകൊണ്ടും അതേപോലെ തന്നെ തീരെ നൈസായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് സമയമൊന്നും ഇതിന് വേവ് വരുന്നില്ല. അടയെല്ലാം വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാലും മതിയാവും. ഇപ്പൊ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഒരു മണം വരുന്നുണ്ട്. ചൂടാറിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വാഴയിലയിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് ഈ അലൂമിനിയം ഫോയിലിൽ നിന്നും വിട്ടു വന്നോളൂ. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ആദ്യം കുറച്ച് എണ്ണ തേച്ചത് കൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് വരും. നമ്മുടെ ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.